അല്ല, അത് ഉടനെ പുറത്തു വരും. ഈ സ്പോൺസർ ആരാണെന്നും സ്പോൺസറുടെ പിന്നിൽ ആരാണെന്നും ഈ സ്പോൺസർ എന്താണെന്നും ഈ സ്പോൺസറും ഈ പറയുന്ന മരം വെട്ടുകാരും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എന്നൊക്കെ അടുത്ത ദിവസം പുറത്തു വരും. അതിൻ്റെ ബാക്കിയുള്ള കഥകളെല്ലാം പുറത്തു വരും. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനോ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനോ ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല. ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് മെസ്സി ആദ്യം മെസ്സി വരുമെന്ന് പറഞ്ഞു, പിന്നെ അർജന്റീനിയൻ ടീം വരുമെന്ന് പറഞ്ഞു. ഒരാളും വന്നില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഇടപാടാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള സമഗ്രമായ അന്വേഷണം നടത്തണം. ഒന്ന്, ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇതിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന കായിക പ്രേമികളുണ്ട്. അവരെയൊക്കെ വഞ്ചിക്കുന്ന സമീപനമാണ് ഒരു സർക്കാർ സ്വീകരിച്ചത്. പിണറായി വിജയൻ്റെ അറിവോടുകൂടിയല്ലാതെ ഇതൊന്നും നടക്കില്ല. പിണറായി വിജയനും ഇതിൻ്റെ അറിവുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ ഈ സ്പോൺസറും മാത്രമല്ലല്ലോ, അതിൻ്റെ പിന്നിൽ ഒരു സർക്കാരിൻ്റെ കരം കൂടി ഉണ്ടായിരുന്നു. ഒരു സർക്കാരിന് താല്പര്യമുള്ള വ്യക്തികളുടെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ നടത്തിയത്. സർക്കാരിന് താല്പര്യം, മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളാണ് ഇത് മുഴുവൻ നടത്തിയത്. ഇതെന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അന്വേഷണം നടന്ന് ഇതിൻ്റെ റിപ്പോർട്ടെല്ലാം പുറത്തു വരുമല്ലോ. അടുത്ത ദിവസം പുറത്തു വരും. ആ റിപ്പോർട്ട് കൂടി വരട്ടെ, വന്നിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾക്ക് സംസാരിക്കാം. അല്ല, ഇത് ദേശദ്രോഹ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. കള്ളപ്പണം ഇടപാട് എന്ന് പറയുന്നത് ദേശദ്രോഹ പ്രവർത്തനമാണ്. സ്വാഭാവികമായും അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കേണ്ടത്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ ഒരു അന്വേഷണം നടക്കണം. ഒരിക്കലും ഇതുപോലെ ഒരാളെയും മുന്നിൽ കാണിച്ച് അതിൻ്റെ പിന്നിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച് അതിൻ്റെ പിന്നിൽ വലിയ അഴിമതി നടത്തി ഘടികാചസ്ഥതയുണ്ടാക്കി കേരളത്തിലെ പൊതു സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയ അതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതിരോധം തീർക്കും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഉണ്ടാകാൻ പോകുന്നതും അത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടത് ആണോ, അല്ലെങ്കിൽ 126 കോടിയുടെ കള്ളപ്പണ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അറിവുണ്ടായിരുന്നത് ഒരു കള്ളപ്പണ ഇടപാടാണെന്നുള്ളത്? അല്ല, സംസ്ഥാന സർക്കാർ ഈ മെസ്സി വരുമെന്ന് പറഞ്ഞാൽ, മെസ്സി വരുമ്പോൾ സ്വാഭാവികമായും അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി അവരുമായി ഒരു ധാരണാപത്രം വേണ്ടേ, അല്ലെങ്കിൽ മെസ്സിയായി ഒരു ധാരണാപത്രം വേണ്ടേ? കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ധാരണാപത്രം വേണ്ടേ? ഇവരങ്ങനെ ഒരു അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ ആ ടീം ഇവിടെ കളിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു അസോസിയേഷൻ കാര്യങ്ങളുണ്ടല്ലോ, ഒരു കത്തിടപാട് അതിൻ്റെ പേരിലൊക്കെ നടക്കില്ലേ? സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണാപത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അങ്ങനെ ധാരണാപത്രം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേഡിയം കൈമാറിയതെന്നോ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നോ സർക്കാരിന്, പിണറായി വിജയൻ്റെ സർക്കാരിന് പ്രൂവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കത്തിടപാട് എവിടെയെങ്കിലും കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കീഴിലുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ GCD പോലും അറിയാതെയായിരുന്നു ആ നവീകരണ പ്രവർത്തനത്തിൽ ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടൊരു സംഭവം കാണുന്നില്ല. അല്ല, തീർച്ചയായിട്ടും GCD ചെയർമാൻ, നിങ്ങൾ അന്ന് ചെന്നപ്പോൾ ചെയർമാൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കണ്ടത്? അതിനുശേഷം എത്ര ദിവസം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു ധാരണാപത്രം ഉണ്ടാക്കി തന്നത്? അതിനകത്ത് തന്നെ എത്ര തെറ്റുകളാണ്, എത്ര പിഴവുകളാണ് അതിനകത്ത് തന്നെ ഉള്ളത്, ആ ധാരണാപത്രത്തിലുള്ളത്. അപ്പോൾ വലിയ പ്രശ്നമുണ്ടായപ്പോൾ, പ്രതിഷേധം ഉണ്ടായപ്പോൾ ആ സമയത്തുണ്ടാക്കിയ ഒരു ധാരണാപത്രവും ആ സമയത്തുണ്ടാക്കിയ ഒരു കരാറുമാണ്. അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ഈ കരാറും ഈ ധാരണാപത്രവും എല്ലാം നിലനിൽക്കെ മെസ്സി വരില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്? ഗേറ്റ് വെച്ച് പിറ്റേ ദിവസം തന്നെ ഗേറ്റ് മറിഞ്ഞു വീണു അല്ലേ? ഗേറ്റ് മറിഞ്ഞു വീണു. ആകെ ഇവിടെ നടന്നത് മരം വെട്ട് മാത്രമേ നടന്നുള്ളൂ, വേറെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഒരു ബാത്റൂമും ഇല്ല, ഒന്നുമില്ല. ഏതെങ്കിലും അടിസ്ഥാനപരമായിട്ട് അതല്ലേ ഏറ്റവും ആവശ്യം? ഒരു ശുചിമുറിയല്ലേ ഇവിടെ ആവശ്യം? അതൊന്നും നിർമ്മിച്ചില്ലല്ലോ, അതൊന്നും ചെയ്തില്ല. അപ്പം ഇവിടെ പേരിന് വേണ്ടി ചിലതൊക്കെ കാണിച്ചു കൂട്ടി. അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ പൊടിയിട്ടാൽ കണ്ണും മറഞ്ഞു പോകുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ, മനസ്സിലാക്കിക്കോ. അങ്ങനെ പൊടിയിട്ടാൽ കണ്ണ് മറഞ്ഞു പോകുന്നവരോ കാഴ്ച നഷ്ടപ്പെടുന്നവരോ അല്ല കേരളത്തിലെ ജനങ്ങളെന്ന് മനസ്സിലാക്കിക്കോ. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകും. സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ആവശ്യം.